Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ സ്റ്റോറീസിൽ ഇപ്പോൾ ട്രെൻഡിങ് കളിക്കുന്ന ഒരു സ്റ്റോറിയുടെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആ സ്റ്റോറി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാണ്ടാവും. നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ആഡ് ചെയ്യുന്ന ഒരു ഇമേജിന്റെ ബിഹൈൻഡിലേക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ മ്യൂസിക്കിനെ ലിറിക്ക് സെറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നൈസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി മേക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മുടെ ആൻഡ്രോയിഡിലും അതുപോലെ iOSലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസിൽ നിങ്ങളുടെ ഇമേജിന്റെ ബിഹൈൻഡിലേക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു മ്യൂസിക്കിനെ ലിറിക്ക് ആഡ് ചെയ്തിട്ട് നൈസ് ആയിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആഡ് ചെയ്യില്ല വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വൈസ് നിങ്ങൾ പ്രിവ്യൂ കണ്ടിട്ട് ബിഹൈൻഡ് മ്യൂസിക് ലിറിക്കിൻ്റെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഏത് ഇമേജിൻ്റെ ബിഹൈൻഡിലേക്കാണ് ഒരു മ്യൂസിക്കിൻ്റെ ലിറിക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഇമേജ് നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി ഒരു ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലേക്ക് നമ്മൾ ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായി മുകളിലത്തെ സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മ്യൂസിക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ലിറിക്ക് കറക്റ്റായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു ലിറിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഇമേജിൽ കറക്റ്റ് ഒരു മീഡിയം സൈസാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട്. ശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇനി ഒരു മ്യൂസിക് നേരെ നമ്മുടെ ഇമേജിൻ്റെ നമ്മുടെ ബിഹൈൻഡിലേക്ക് സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണുന്നതായിരിക്കും നമ്മൾ ചാനൽ അതിൽ കാണുന്നതെങ്കിൽ ചേഞ്ചസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയ കണ്ടന്റ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചേഞ്ചസ് ചെക്കൗട്ട് ചെയ്തൊക്കെ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ മുസിക്കിൻ്റെ ലിറിക്ക് നമ്മുടെ ബിഹൈൻഡിലേക്ക് അവിടെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. iOS യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ സെർച്ച് ബാറിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റോറിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു സെയിം ഇമേജിനെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഇമേജിൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ നിങ്ങൾ അവിടെ ഇറേസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് പക്ക നീറ്റ് ഫിനിഷിങ്ങിൽ നിങ്ങൾ അത് ഇറേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ടൈം പിടിച്ചിട്ട് നിങ്ങൾ ക്ഷമയോടെ നിങ്ങളുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നല്ല നീറ്റായിട്ട് അവിടെ ഇറേസ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തന്നെ സ്റ്റോറിയിലാണ് വേണ്ടി വരിക. എന്നിട്ട് മുകളിലത്തെ സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ഫോട്ടോ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നമ്മളൊരു ഇറേസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ നമ്മളൊരു ഇമേജിൻ്റെ മുകൾക്ക് തന്നെ ഒരേ ലെവലിലാക്കിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളൊരു പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഇമേജിങ് അതിൻ്റെ മുകൾക്കാക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമേജ് നമ്മുടെ മുകളിൽ വെക്കുമ്പോൾ നമ്മളൊരു ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് നമ്മുടെ ബിഹൈൻഡിലേക്ക് ഇല്ല പോലെ നിങ്ങൾക്ക് അവിടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയ കണ്ടന്റ് വീഡിയോസിനെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.